ഹലോ ഗായ്സ്, ഞാൻ നിഷ. ഇന്ന് നമുക്ക് നമ്മുടെ കടയിലുണ്ടാക്കുന്ന ചിക്കൻ പരട്ട് വീഡിയോ ആയിട്ട് എടുക്കാവേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയുള്ളത്. കുറച്ച് ചിക്കൻ മസാല, ഈ കുറച്ച് ശകലം വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഈ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ചൂടായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിലോട്ട് സവോള വഴറ്റാൻ പോവാം. ആ എണ്ണയിലോട്ട് നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി വഴറ്റുവാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുവാണ്. സവോള വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. അരിഞ്ഞു വെച്ച തക്കാളിപ്പഴം ഇട്ട് കൊടുക്കും. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അടുത്ത് എടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇത് വഴറ്റുന്നതിൻ്റെ. ഇതിനായിട്ട് നമ്മൾ മസാലയായിട്ട് ചേർത്ത് വെച്ചേക്കുന്നത് പത്തലമുളക് പൊടിച്ചതാണ്. പൊടിച്ചെന്നത് നല്ലതായിട്ട് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ട് റെഡിയായിട്ട് വെച്ചിട്ട് അതും കൂടെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ എന്നെ മണമാണ്. ഹായ്, അടിപൊളി. നമ്മൾ മാത്രം മതി കേട്ടോ എന്തെങ്കിലും കാര്യത്തിൽ. ഇനി ഒരു ലേശം കുരുമുളക് പൊടിയേ. ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ മസാല. ഇതിൻ്റെ അകത്തെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവേ. അപ്പോൾ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ചിക്കൻ വരട്ടും അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, നല്ല എമ്മിയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു. ലൈക്ക് ആൻഡ്